ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അതിനൊന്നും ഇല്ലേ? അപ്പൊ ഇപ്പൊ മാത്രം എന്താണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം? പ്രിയദർശിനി അമ്മ തഹസിൽദാർ വീട് ഒഴിഞ്ഞില്ലേ? ഞാൻ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തോ തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറയണം, നടക്കില്ല. ഞാനെന്റെ തറവാട്ടിന്റെ അവകാശം. ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ അറിഞ്ഞല്ലോ, ഞാൻ കൗൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്തമംഗലത്ത്. ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഒരു കളിഹരം കയറിയിരിക്കുക. നാട്ടിലും രാഷ്ട്രീയത്തിലും കളിക്കാനുള്ള ഗ്രൗണ്ട് പോയപ്പോ വീണ് കിട്ടിയ ഒരു കളി. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്, എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു. എനിക്ക് നേരത്തെ തന്നെ തോന്നിയതാ നീ ഒരു റോമിംഗ് ഉള്ള ചെറ്റയാണെന്ന്. ഞാനും ഒരു പരമചെറ്റയായിരുന്നുണ്ട്, അന്നതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കൗൺസിലറായി ജയിച്ച ഒരാള് എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLA മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്? ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. നിന്നെ പോലെ സർവീസിൽ കയറുന്നവന്മാര് കാണിക്കുന്ന ഈ ആദ്യത്തെ ആദർശം കാണിക്കലുണ്ടല്ലോ, അത് കാണുന്നത് എനിക്കും ഒരു നേരം പോക്ക. 9 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണെന്നുള്ളതിന് അവരുടെ തെളിവില്ലേ? എന്ത് തെളിവ്? ഞാനിവിടെ വാടകയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ആ വാടക കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. ഞാൻ അഭ്യർത്ഥിച്ചതേ ഉള്ളൂ, പ്രശാന്ത് 3 മാസമോ 4 മാസമോ ഇരിക്കുന്നതിൽ ഞങ്ങൾ പ്രശ്നം സോൾവ് ചെയ്തു. ആളുകളും ഞാനും പക്ഷെ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കുന്നു, അല്ലാതെ എനിക്ക് നിവർത്തിയില്ല. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. അഭ്യർത്ഥനയായാലും യാചനയായാലും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് മറുപടി നമ്മൾ വ്യക്തമാക്കുകയാണ്. ആദ്യം കണ്ട പിച്ചിരി പഴയാണെന്ന് തോന്നിയെങ്കിലും നീ ഒരു സ്നേഹമുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യും, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്കി. അതുകൊണ്ട് ചേർത്തല്ലേ കോംപ്ലിമെന്റ്സ് ആക്കിയത്.